വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറയാറുണ്ട്. ഇടുക്കി വള്ളിപ്പാറയിലെ 9 കുടുംബങ്ങളുടെ കാര്യത്തിൽ ഇത് അക്ഷരം പ്രതി ശരിയാണ്. ഇവിടെ വാട്ടർ അതോറിറ്റിയാണ് അശാസ്ത്രീയ ഖനനത്തിലൂടെ ഈ കുടുംബങ്ങളെ അപകട ഭീഷണിയിലാക്കിയിരിക്കുന്നത്. ഒരു അസാധാരണമായിട്ടുള്ള മണ്ണെടുപ്പാണ് ഈ മേഖലയിലും നടന്നിരിക്കുന്നത്. മണ്ണെടുപ്പ് മാത്രമല്ല, പാറ സ്ഫോടനം നടത്തി പൊട്ടിച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാണുന്നത് ഒരു വീടാണ്. ആ വീടിനോട് ചേർന്ന് വലിയ രീതിയിൽ മണ്ണ് ഇടിച്ചു താഴ്ത്തിയിരിക്കുകയാണ്. സാധാരണ ആരും ഇത്തരത്തിലൊരു ഖനനം നടത്തുന്നതല്ല. പക്ഷേ ഇവിടെ അത് നടന്നിരിക്കുന്നു. ഇത് ഒരു സ്വകാര്യ വ്യക്തി നടത്തിയതല്ല, ഇതൊരു സർക്കാർ വകുപ്പ് നടത്തിയ ഖനനമാണ് എന്ന് പറയേണ്ടി വരും. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി ആണ് ഇവിടെ ഈ തരത്തിലൊരു ഖനനം നടത്തിയിരിക്കുന്നത്. കാരണം ഇതിൻ്റെ സമീപത്ത് വീടുകളുണ്ട്. ആ കാണുന്നത് വീടാണ്. അതുകൂടാതെ ഇതിൻ്റെ മുകളിലേക്കും ഉയർന്ന പ്രദേശമാണ്. അതിൻ്റെ അടിവാരമാണ് ഇത്തരത്തിൽ സ്ഫോടനം നടത്തി അവിടെ നിന്ന് കരിങ്കല്ല് ഉൾപ്പെടെ പൊട്ടിച്ചു മാറ്റിയിരിക്കുന്നത്. ഇത് ജൽജീവൻ മിഷൻ്റെ ഭാഗമായി കോട്ടയം ജില്ലയുടെ വടക്കൻ മേഖലയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു വാട്ടർ ടാങ്ക് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. ഇവിടെ ഒരു ഫീഡർ ടാങ്ക് എന്ന നിലയിലാണ് ഇവിടെ ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഇത് ഇങ്ങനെ പൊട്ടിക്കാൻ തുടങ്ങിയപ്പം നിങ്ങളൊക്കെ പരാതിപ്പെട്ടില്ലേ? ആദ്യമേ അവർ ചെറിയ തോതിലാണ് പൊട്ടിച്ചത്. തെറിക്കുകയും ശല്യം ഒന്നുമില്ലായിരുന്നു. പിന്നെ ആയത് കല്ലിന് കുറേ താന്നപ്പോഴത്തേക്ക് ഒരു 10-60-70 ലോഡ് കല്ല് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ശരിക്കും 6 അടി 6.5 അടി താത്തി ഭയങ്കര സ്ഫോടനം. അതിനകത്തുനിന്ന് കല്ല് തെറിച്ചാണ് ഞങ്ങളുടെ വീടിൻ്റെ മുകളിലെല്ലാം വീണ് ഓടെല്ലാം പൊട്ടിയിരിക്കുന്നത്. ഇപ്പം അപ്പടി ചോർച്ച മഴ, ആ സൈഡെല്ലാം നനഞ്ഞു കിടക്കുക. മുമ്പത്തെ മഴയത്ത് മനുഷ്യാവകാശ കമ്മീഷൻ്റെയും മാനേജിംഗ് ഡയറക്ടറുടെ എല്ലാം ഉത്തരവുകൊണ്ട് ഞാനത് അവരോട് കാണിച്ചിട്ട് അവർക്ക് അതൊരു വിഷയമല്ല. അവർക്ക് ഇതൊന്നും അതിനൊക്കെ നിസ്സാര ഇതേ കൽപ്പിച്ചുള്ളൂ. എന്നിട്ട് അവർ ഭീഷണിപ്പെടുത്തുക, ചേട്ടൻ മസിൽ പിടിക്കരുത്, മസിൽ പിടിച്ചുകൊണ്ട് ഒരു കാര്യമില്ല, ഞങ്ങൾക്ക് ഇവിടെ ഈ പണി നടത്തണം. ഇവിടെ കിടക്കാൻ പേടിയുണ്ടോ? പേടിയുണ്ട്. രാത്രിയിൽ എപ്പോഴാണ് ഇത് ഉരുണ്ടി ആടുന്നതെന്ന് യാതൊരു നിശ്ചയവും. മഴവെള്ളത്തോടു കൂടി മലയാണല്ലോ, ഇതിൻ്റെ മുകളിൽ മുഴുവൻ ഉറവയാണ്. ഇതിൻ്റെ മുകളിലത്തെ സ്ഥലങ്ങളെല്ലാം വിണ്ടിരിക്കുവാന്നാണ് അവരെല്ലാം പറഞ്ഞത്. ഈ സ്ഥലമെല്ലാം ഇങ്ങനെ വിള്ളലുണ്ടെന്നാണ് പറഞ്ഞത്. ആ വിള്ളലോട് കൂടി കുറേ വെള്ളവും കൂടി ഇങ്ങനെ വരുന്നതെങ്കിൽ ഞങ്ങളും കാണിയല്ല, ഞങ്ങളുടെ വീടും കാണിയല്ല. ഞങ്ങൾ പലയിടത്തും അപേക്ഷകളെല്ലാം കൊടുത്തിട്ടും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകിക്കൊണ്ട് മാത്രമേ പണി തുടരാവൂ എന്നാണ് ഉത്തരവ് വന്നിരിക്കുന്നത്. അതൊന്നും അവർക്ക് പ്രശ്നമല്ല. ജലവിഭവ വകുപ്പും അദ്ദേഹം മന്ത്രി തന്നെ ജില്ലയിൽ നിന്നുള്ള ആളാണ്. സ്വാഭാവികമായും അവർ ഈ വിഷയത്തിൽ ഇടപെടണം, ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇടുക്കിയിൽ നിന്ന് ജൈനസ് രാജു, മാതൃഭൂമി ന്യൂസ്.